ഹായ് ഗൈസ്, ഞാൻ സ്വീറ്റായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൊച്ചു കുട്ടികൾ മുതൽ ഷുഗർ ഉള്ളവർക്ക് വരെ ഇഷ്ടപ്പെടാവുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനിവിടെ പറയുന്ന പേരാണ് സിറ. ഇത് മംഗലാപുരമാണ്. കേരളത്തിൽ എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് പാത്രം അടുപ്പിൽ വെച്ച് എന്നിട്ട് ഇത് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ച് നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് അധികം എണ്ണ വേണം. അധികം എന്ന് വെച്ചാൽ അധികം എണ്ണയായ അധികം ടേസ്റ്റിയാണ്. എന്നാലും കുറച്ചൊക്കെ കുറവാക്കാം, കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിക്കാം. ആവശ്യത്തിനുള്ള റവയാണ് വേണ്ടത്. പിന്നെ ഇത് ഈ കളറാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പഞ്ചസാര ചേർക്കണം, റവ ചേർക്കണം. പിന്നെ ആദ്യം എണ്ണ ഒഴിച്ച് എന്നിട്ട് അണ്ടിപ്പരിപ്പ്, പിന്നെ കിസ്മിസ്, നമുക്ക് എന്ത് വേണം ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടുകയും കുഴപ്പമില്ല. ഏലക്കായ ഇടണം, പിന്നെ ഈത്തപ്പഴം ഇടാം, ബദാം ഇടാം, പിന്നെ കടല ഇടാം. കടല എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, അതിടാം. ഇതാണ് കടല എന്ന് വെച്ചാൽ ഇതിനെയാണ് ഞാൻ പറഞ്ഞത്, കടലാണ്. മനസ്സിലായ? ഇതാണ്. അതൊക്കെ ചേർത്ത് വെള്ളം തിളച്ച് റവ ചേർത്ത് പഞ്ചസാര ഇട്ട് കളറിട്ട് മറിച്ച് ഫിനിഷാക്കിയിട്ട് ഇറക്കി വെച്ച് ചൂടോടെ കഴിക്കാൻ വെരി വെരി ടേസ്റ്റിയാണ്. ഞാൻ ഇതെല്ലാം ചേർത്ത് എന്നിട്ട് ഇച്ചിരി ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. അത് അധികമൊന്നും മറിയണ്ട. എന്നിട്ട് ഇനി വെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് എത്ര നമ്മൾ ഇത് റവ എടുക്കുന്നു അതിനേക്കാൾ കുറച്ചധികം വെള്ളം ഒഴിക്കണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. എന്നിട്ട് നമ്മൾ അതിൻ്റെ കളറും കൂടെ ചേർക്കണം. കളർ ചേർത്ത് അതിലേക്ക് പഞ്ചസാര ഇടണം. നോക്കുക ഗൈസ്, ഞാൻ കളർ ചേർക്കുകയാണ്. കളർ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി കളർ നല്ലോണം യെല്ലോ കളറായിട്ട് വരും. വെള്ളം നല്ലോണം ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിൽ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് അത്ര മധുരം കൂടിയാലും കുഴപ്പമില്ല. അത് നല്ലോണം ഇളക്കി കൊടുക്കണം. മധുരം അധികം ഇടുന്തോറും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഏലക്ക ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഏലക്ക പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായി തിളയ്ക്കണം. വെള്ളം തിളച്ച് വരുമ്പോഴാണ് റവ ചേർക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കണം. വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ ഒക്കെ വെള്ളം ഒഴിക്കാൻ പറ്റും. പക്ഷേ ഈ പാത്രത്തിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഡ്രൈ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് അധികം വേണ്ട. ചിലപ്പോൾ അധികമായിപ്പോയാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഇളക്കി കൊടുത്ത് അടച്ച് വയ്ക്കണം. അപ്പോൾ ഗൈസ്, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. വെള്ളം തിളയ്ക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പം നമുക്ക് റവ അങ്ങ് ചേർക്കാം. ചേർത്തിട്ട് പെട്ടെന്ന് ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ കട്ടിയായി പോവേ. ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഓപ്പൺ ചെയ്ത് എടുത്തിട്ട് കവറിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോവും. ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലേ കട്ടിയില്ലാതെ നമുക്കത് സ്മൂത്തായിട്ട് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ കട്ടിയാവുന്ന സമയത്ത് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. കട്ടിയായാൽ കഴിക്കാൻ പറ്റില്ല, അതിന് ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പക്ഷേ നമ്മൾ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ പുറത്ത് ഈ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ടിയാകുമ്പോൾ മനസ്സിലാവും. നല്ലോണം തിളച്ച് വരുന്നുണ്ട് കണ്ട. ഇങ്ങനെ ഇത് അവിടെ ഇവിടെയൊക്കെ തെറിച്ച് നല്ല അപ്പം പോലെ ശരീരത്തെ കയ്യിലൊക്കെ വരും. അത് സൂക്ഷിക്കണം. എന്നിട്ട് പതുക്കെ ഇതാക്കാവും. എന്നിട്ട് കണ്ട കട്ടിയായിരുന്നു. ഇത് എണ്ണയിലുണ്ട്, അധികമായിട്ടുണ്ട്, കുഴപ്പമില്ല. അതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം കുറുകി വരുമ്പം അത് വെന്ത് കിട്ടും. നമുക്ക് നല്ലോണം സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ടും നല്ല മധുരമുള്ള ഒരു ഐറ്റമായിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എന്നിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ
സോറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.